ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ കുറേ പേരായി നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സംഭവത്തിലൊക്കെ ആയിട്ട് അതുപോലെ തന്നെ കമൻ്റ് ആയിട്ടും നമുക്കിപ്പോൾ നമ്മുടെ മെയിൻ ചാനലിൽ സംഭവത്തിലൊക്കെ ആയിട്ട് നമ്മൾ ടെക്ന വീഡിയോസിൻ്റെ കമൻ്റ് ആയിട്ടൊക്കെ ഇഷ്ടം പോലെ ആയിട്ട് നമുക്കിപ്പോൾ കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ പ്രത്യേകമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിടുകയാണ്. ഒരു എന്താ പറയുക എന്ന് വെച്ചാൽ പറയുമായിരിക്കും നിങ്ങളിപ്പോൾ കുറേ പേര് ഇപ്പോൾ അതുപോലെ തന്നെ ഏണിംഗ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ആപ്പുകൾ ആപ്പ് മാത്രമല്ല വെബ്സൈറ്റുകളൊക്കെ ആയിട്ട് പ്രൊമോട്ടിങ് സംഭവം നടക്കുന്നുണ്ട്. അതിൽ ഒരു ശതമാനം, ഒരു 10% മാക്സിമം എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജെന്യൂൻ സംഭവമായിരിക്കും. പക്ഷേ അതിലും മാക്സിമം 90% ഫ്രോഡ് ഫേക്ക് പരിപാടികളാണ്. എന്ന് വെച്ചാൽ അവരുടെ കള്ളപ്പണങ്ങളും അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക ഇവർ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് അടക്കം ഫ്രോഡ് പരിപാടികൾക്ക് ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളായിരിക്കും. അതായത് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്താ പറയുക കളർ ട്രേഡിങ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും കളിച്ച് നിങ്ങൾ കുറേ പേരെന്ന് വെച്ചാൽ ഈ എന്താ പറയുക ഈ ഏണിംഗ് ആപ്പ് എന്നൊക്കെ പറയുമ്പോൾ പാർട്ട് ടൈം ജോബായിട്ടൊക്കെ കണക്കാക്കിയിട്ട് ഇതിന്ന് എന്താ പറയുക കളിച്ചിട്ടും സംഭവമൊക്കെ ആയിട്ട് ക്യാഷ് എന്താ പറയുക കുറച്ച് ക്യാഷ് കിട്ടുകയൊക്കെ ചെയ്യട്ടോ. ക്യാഷ് കിട്ടിയിട്ട് നമ്മളത് വിഡ്രോ ചെയ്യില്ലോ ഡയറക്റ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഒരാഴ്ചക്കുള്ള തന്നെ ആ എമൗണ്ട് ഒന്നെങ്കിൽ ആ എമൗണ്ട് ലീനാവും, സൈബർ കേസ് വരും, അല്ലെങ്കിൽ അക്കൗണ്ട് ഫുൾ ഫ്രീസ് ആവും. അപ്പോൾ ഇങ്ങനത്തെ കേസ് വരുന്നത് നിങ്ങൾ സൂക്ഷിക്കാൻ മറക്കണം. എന്ന് വെച്ചാൽ നോർമൽ ചിലപ്പോൾ നമ്മുടെ ഈ P2P ട്രാൻസാക്ഷൻ ചെയ്ത പോലെ തന്നെ ചിലപ്പോൾ നോർമലായിട്ട് അത് ഫ്രീസ് ആയിട്ട് ഇങ്ങനെ ലോങ് ടേം ആയിട്ട് നിൽക്കണമെന്നില്ല. എന്ന് വെച്ചാൽ ഇതിന് ഡിപ്പെൻഡ്സ് അപ്പോൺ കേസാണ്. ഇത് എന്ത് ടൈപ്പ് ഓഫ് കേസാണ് ആ അക്കൗണ്ടിനെതിരെ വന്നേക്കുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് കുറേ ഉഡായ്പ് സംഭവങ്ങൾ, മെയിൻ ഉഡായ്പുകൾ പരിപാടി ചെയ്യണ എന്താ പറയുക കേസുകളും സംഭവമൊക്കെ ആയിട്ട് ഈ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഇതുണ്ടാവുക. എന്ന് വെച്ചാൽ അതൊരു ബ്ലാക്ക് മണിയും വൈറ്റ് മണി ആക്കാനും അങ്ങനെ കുറേ സംഭവത്തിന് സംഭവമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉപയോഗിക്കുന്ന ക്യാഷ് ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളായിരിക്കാം, പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് പണി വാങ്ങിച്ചിരിക്കണ്ട. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലത്തെ കുറേ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലെ ഏണിംഗ് ആപ്പിലൊക്കെ പോയിട്ട് ചാടി കയറിയിട്ട് എനിക്ക് എത്ര കമൻറ്റ് എന്ന് പറയും, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വരുന്നുണ്ട് ഇഷ്ടംപോലെ കമൻറ്റ്സുകൾ. അപ്പോൾ കയറി പണി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, അതും മെയിൻ അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ആയിട്ട് പണി കിട്ടിയോണ്ടിരിക്കുന്നുണ്ട്. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ സൈബർ ക്രൈം സൈഡിൽ നിന്ന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയൊന്നുമില്ല. ആ കേസ് കഴിഞ്ഞ വരെ ആ എമൗണ്ട് ഒന്നെങ്കിൽ ലീനായി എടുക്കും, അല്ലെങ്കിൽ അക്കൗണ്ട് ഫ്രീസ് ആയി എടുക്കും. അതിൽ നിങ്ങളുടെ മെയിൻ അക്കൗണ്ടാണ്, നിങ്ങൾക്ക് EMI ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ബാങ്കിനൊന്നും ചെയ്യാൻ പറ്റില്ല. ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. എന്താ വെച്ചാൽ അവരുടെ സൈഡിൽ നിന്ന് ഇതൊരു ഗവൺമെൻറ് സൈഡിൽ നിന്ന് സംഭവത്തിനൊക്കെ വരുന്ന ഒരു കേസാണ്. അപ്പോൾ ബാങ്കിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ആക്ച്വലി വേണമെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പിന്നാലെ കേസ് എടുത്തിട്ട് അതിൻ്റെ പിന്നാലെ പോകാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൾ ആ കേസാണ്. അപ്പോൾ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, പക്ഷേ ഇത് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതുപോലെ ഉഡായിപ്പ് ആപ്പുകൾ കളിച്ചിട്ട് പണി കിട്ടുന്ന ഇഷ്ടം ആൾക്കാരുണ്ട്. അത് അപ്പോൾ ഏറ്റവും ബെറ്റർ വരുന്ന എന്താ അത് പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക അത് എന്താ പറയുക ആ ഐഡിയയിലേക്ക് പോകാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇതുപോലെ ഉഡായിപ്പ് ആപ്പുകൾ അപ്പോൾ ഇൻസ്റ്റാഗ്രാം നമുക്ക് തുറന്നു നോക്കി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും തന്നെയാണ്. അതും 10 വയസ്സേക്ക് വരില്ലാത്ത ആൾക്കാരൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യണേ. യൂട്യൂബിലുണ്ട് ഇഷ്ടം പോലെ, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനത്തെ ആപ്പ് കളിച്ചിട്ട് പണി വാങ്ങിക്കാണ്ടിരിക്കുക. ഈ ഏണിംഗ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രോഡ് സംഭവങ്ങൾ ഇഷ്ടം പോലെ, പ്രത്യേകിച്ച് അധികം അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഈ ഇങ്ങനത്തെ ആപ്പുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് പ്ലേ സ്റ്റോറിലാണ്. iOS ഇത് അധികം കിട്ടില്ല. എന്ന് വെച്ചാൽ iOS നമുക്ക് എന്താ ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ iOS സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഗൂഗിൾ പ്ലേയുടെ സ്റ്റോറിലും പോളിസി കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ എമൗണ്ടും കൂടുതൽ ഡിഫറൻസ് ഉണ്ട്. എമൗണ്ട് ആപ്പിൾ സ്റ്റോറിൽ കൂടുതലാണ് അവരുടെ ഇത് കിട്ടാനൊക്കെ. അതുമാത്രമല്ല അവരുടെ ഈ എന്താ പറയുക അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും അതുപോലെ തന്നെ അവരുടെ ഈ ആപ്പിൻ്റെ പോളിസി ഉണ്ടല്ലോ കുറച്ചും കൂടിയും സെക്യൂർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉഡായിപ്പ് ആപ്പുകളൊന്നും ഒരു 99% iOS ആപ്പിൾ സ്റ്റോറിൽ ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ iOS ഒരു പ്രത്യേകം എന്താ പറയുക ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. അത് തന്നെ നോക്കി നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇങ്ങനത്തെ ഉഡായിപ്പ് ആപ്പുകൾ 99% iOS ഉണ്ടാവില്ല. അതിൻ്റെ മെയിൻ ഗുണമാണ് മിക്ക ഇങ്ങനത്തെ ഉഡായിപ്പ് സംഭവങ്ങൾക്കും വെബ്സൈറ്റ് മാത്രമായിരിക്കും. വെബ്സൈറ്റ് ഇപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഡൊമൈൻ വെച്ചുണ്ടാക്കാമല്ലോ. ഡൊമൈനും വേണ്ട, ഫ്രീ വെബ്സൈറ്റൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഇങ്ങനത്തെ വെബ്സൈറ്റുകളും ആപ്പിലും പോയി ചാടാണ്ടിരിക്കുക, അവോയ്ഡ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ വരുന്ന സംഭവങ്ങൾ അനുഭവിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ പെട്ടിട്ട് നമുക്ക് കുറേ ഹെൽപ്പ് ചോദിച്ച് വരുന്ന ഇഷ്ടം കവല കമൻറ്റ്സ് വരുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സൈബർ ക്രൈമിൻ്റെ വരുന്ന ബ്ലോക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഫ്രീസിങ് ആണ്. അതും ഇവിടുത്തെ സൈബർ ക്രൈം ഒന്നുമല്ല, വേറെ ഏതോ ഡിസ്ട്രിക്റ്റിലത്തെയോ അതും ഗുദാമിലത്തൊക്കെ കാലത്തെ നോർത്തിലത്തെ കുറേ ഇന്റീരിയർ ഏരിയയിലത്തെ ഒക്കെ ബീഹാറിലത്തെയും സംഭവത്തെയൊക്കെ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമൗണ്ട് വരുന്ന ബാങ്ക് അക്കൗണ്ടിനെതിരാണ് കേസ് വരിക. അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകുന്ന അതായത് ആ ചെയിനായിട്ട് പോകുന്ന എല്ലാ ബാങ്ക് അക്കൗണ്ടും ഇവർ ഫ്രീസ് ചെയ്യും. അത് ഒന്നാമത് ഇത് ഈ ഒരു കറക്റ്റായിട്ട് വേ അല്ല, പക്ഷെ എന്നാലും ഇപ്പോൾ നോർമലി ഇപ്പോൾ ഇന്ത്യയിൽ പോകുന്ന പരിപാടി അതാണ്. അപ്പോൾ അത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ചെയിൻ അക്കൗണ്ടുകളെല്ലാം ഇവർ ആ കേസിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് ചെയ്യും. വരുമ്പോൾ പ്രൈമറി അക്കൗണ്ട് അല്ല കേസ് വന്നിരിക്കുന്നത്, എന്നാലും ആ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നെങ്കിൽ ലീനാവുന്നതും ഫ്രീസ് ആവുന്നതും.
അതിപ്പോൾ നോർമൽ ഇപ്പോൾ P2P സംഭവമൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ P2P-നൊന്നും എന്താ വെച്ചാൽ ഇപ്പോൾ ബിനാൻസ് ആപ്പൊക്കെ കുറച്ച് കാലം മുമ്പ് ഫ്രീസും ബാൻ ആയിട്ടുണ്ടോ. അപ്പോൾ പക്ഷേ ഇതിപ്പോൾ ഒന്നുകൂടിയും അതിന് അനുമതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വർക്കിംഗ് ആണ് ഇന്ത്യയിൽ. ഇപ്പോൾ ബാൻ ലിഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ക്രിപ്റ്റോ ഭാഗമായിട്ട് വരുന്ന എന്നുവെച്ചാൽ ഇതുപോലെ ഈ ക്രിപ്റ്റോ ആയിട്ടും ഇതുപോലെ ഏണിംഗ് ആപ്പൊക്കെ ആയിട്ടും ഇവർ കുറേ കള്ളപ്പണങ്ങളും സംഭവങ്ങളും എന്താ പറയുക ഇതൊക്കെ ബ്ലാക്ക് മണി ആയിട്ടും ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് റോൾ ചെയ്തിട്ടൊക്കെ. അതിൻ്റെ പിന്നാലെ അതുകൊണ്ടാണ് ഇത്ര അധികം കേസ് വരുന്നത്. അതുപോലെ തന്നെ മെയിനായിട്ട് ഫ്രോഡ് നടത്തുന്ന ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ അക്കൗണ്ട് ഫ്രീസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിന് വന്ന എമൗണ്ടിന് ഫ്രീസ് വരും. അല്ലാണ്ട് നിങ്ങൾ കള്ളത്തരം കാണിച്ചിട്ടെന്നല്ല പറയണത്. പക്ഷേ നിങ്ങൾക്ക് വരുന്ന ഇപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ അക്കൗണ്ടിൽ നിന്നാണല്ലോ പൈസ വരുന്നത്. അപ്പോൾ ആ ഗെയിമിൻ്റെ മെയിൻ അക്കൗണ്ട് തന്നെ ഉടായ്പ അക്കൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ആ അക്കൗണ്ടിൽ കേസ് വരുന്ന അക്കൗണ്ട് അല്ലെങ്കിൽ ഫ്രോഡിന് ഉപയോഗിച്ച അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന അത് ഫ്രോഡ് പരിപാടിയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുമ്മാ എന്താ പറയുക തലവേദന പോയി ഉണ്ടാക്കണ്ട. അത് എന്താ പറയുക എന്താ പറയുക ഇങ്ങനത്തെ ഉടായ്പ ആപ്പുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതേപോലെ റിജക്ട് ചെയ്ത് വിടുക. ഈ ഇൻസ്റ്റാഗ്രാമേഴ്സും സംഭവമൊക്കെ അവർ കാശ് വാങ്ങിച്ചിട്ട് അത് പ്രൊമോട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഉള്ള കാശും ബ്ലോക്കായി പോകും ഇത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ എടുത്തെടുത്ത് പറയണത്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസം മുമ്പ് ഇട്ടപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എന്താ പറയുക ഗെയിമിംഗ് ആപ്പ് കളിച്ചാൽ അഥവാ കളർ ട്രേഡിങ് കളിച്ചാലൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഒന്നെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടറായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഓണറായിരിക്കും. അല്ലെങ്കിൽ 10 പൈസ ബോധമില്ലാത്ത ഒരാളായിരിക്കും. ഞാൻ ഓൾറെഡി കമൻറ്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ കാണാനില്ല. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടർ സംഭവമൊക്കെ ആയിരിക്കും. അപ്പോൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ദുഃഖിക്കുകയാണെന്ന് കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലി കണ്ടില്ല, അതന്നെ സംഭവം. അപ്പോൾ നമുക്ക് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ മെയിൻ 2 ചാനൽസും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ. എന്തെങ്കിലും സംശയം കാര്യങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ടാ. അടുത്ത വീഡിയോ കാണാം. ബൈ.